സംശയം എന്റെ അച്ഛന്റെ മനസ്സിൽ എന്തായാലും ഉണ്ട്. അതിന്ന് മാറും. 10-24 കൊല്ലായി പ്രതാപേട്ടന്റെ മനസ്സിലേക്ക് അംബിക അടിച്ചേൽപ്പിച്ചൊരു നുണയായത്. 10 പ്രാവശ്യം അത് തുടർച്ചയായിട്ട് ഒരാള് പറയുമ്പോ ആരായാലും അത് വിശ്വസിച്ചു പോകും. അങ്ങനെ പ്രതാപേട്ടനത് വിശ്വസിച്ചതായിരിക്കും. അച്ഛനൊന്ന് വന്നിരുന്നെങ്കിൽ ചെറിയ വരും മോളെ. മോളുടെ ഒരു സന്തോഷം. ചെറിയ അച്ഛൻ അച്ഛൻ ഒരു മിനിറ്റ്. എന്താ അമ്മായി അമ്മായി എന്താ അമ്മേ ഇവൾക്ക് എന്തു പറ്റി? അച്ഛ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് മാറും. അച്ഛന്റെ എല്ലാ തെറ്റിദ്ധാരണകളും ഇന്നത്തോടെ അവസാനിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മായി ഇങ്ങോട്ട് വരട്ടെ അച്ഛ, അച്ഛനെല്ലാം മനസ്സിലാവും. അമ്മായി എന്താ പ്രതാപ? ഞാനല്ല, മോളാ വിളിച്ചേ. എന്താ ഋതികെ? അമ്മായി അച്ഛനോട് കാര്യം പറയേ. എന്ത് കാര്യം? അല്ല, ഏത് കാര്യം? ഏത് കാര്യമെന്നോ? ഞാൻ അച്ഛന്റെ മോള് തന്നെയാണെന്നും അന്ന് നടന്ന സത്യങ്ങളും അച്ഛനോട് പറയേ. എന്ത് സത്യങ്ങള്? പണ്ട് പറഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ, അല്ലാതെ വേറെന്താ? അമ്മായി എന്താ ഈ പറയുന്നത്? അമ്മായിന്നോ? നീ എന്നെ അമ്മായിന്ന് വിളിച്ചിട്ട് കാലം കുറെ ആയല്ലോ. ഇവക്കെന്തോ പറ്റിയിട്ടുണ്ട്, കിളി പോയതുപോലെ. വാക്ക് വ്യത്യാസം കാണിച്ചാണ്ടല്ലോ. നിനക്കും കുഴപ്പമുണ്ടോ? ചെറിയമ്മയ്ക്കും മകൾക്കും ഒരുപോലെയാണല്ലോ പിരി ഇളകിയിരിക്കുന്നത്. ചെറിയമ്മ, ഇവരെഴുതി തന്ന ആ എഗ്രിമെന്റ് ഇവിടെ ഇല്ലേ? അതെടുത്തിട്ടോ. ശരി. എഗ്രിമെന്റ്? എന്ത് എഗ്രിമെന്റ്? നീ കാര്യം പറയേ. എടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയും ചതിക്കല്ലേ. അച്ഛന് ഞാൻ എല്ലാം ബോധ്യപ്പെടുത്തി തരാം. ചെറിയ ഒന്ന് വന്നോട്ടെ. ഇതാ പ്രതാപേട്ട. അച്ഛാ, അതൊന്ന് വായിച്ചു നോക്ക്. എന്താ ഇത്? നിനക്കിതെന്താ പറ്റിയേ? ഇതിവര് പിന്നെയും ചതിച്ചതാ. ചതിച്ചെന്നോ? എടാ, ഇവർക്ക് രണ്ടുപേർക്കും എന്തോ മാനസിക പ്രശ്നമുണ്ട്. പിണ്ടി പോരുത്. ചതിച്ച നിങ്ങൾ ഞാൻ കൊല്ലും. അച്ഛാ, നടന്നതൊക്കെ ഞാൻ പറയാം. ഞാൻ അച്ഛന്റെ മകള് തന്നെയാണെന്ന് തെളിയിക്കാൻ ഞാനും ഇവരും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. എന്തൊക്കെ വിട്ടുതരങ്ങളാ ഇവളി വിളിച്ചു പറയുന്നേ? പ്രതാപ, ഇവളെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ട് കാണിക്കണം കേട്ടോ. ഇവക്ക് ഭ്രാന്ത് തന്നെയാ. ആ വഴക്കിന് ശേഷം ഇവൾക്കെന്തോ പറ്റിയതാ. മെന്റൽ ഡിസീസ് ആണെന്നാ തോന്നുന്നത്. മിണ്ടായിരിക്കണം. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ മോൾ ഇതൊക്കെ ചെയ്തേ? എന്ത് ചെയ്തോന്നു? ഇതെന്തൊരു കുരിശാ ദൈവമേ. അംബിക ചേച്ചി, എല്ലാരും കൂടി ഇവനെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഇവർക്ക് എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട്.
നീ ക്ഷീണിച്ചു വന്നതല്ലേ, നീ പോയി റെസ്റ്റ് എടുക്ക. അച്ഛാ, ഞാൻ പറയുന്ന കേട്ടിട്ട് പോയാ മതി. എന്റെ പൊന്നു മോനെ, ഇവിടെ നിന്നാ നിനക്കും എനിക്കും വട്ടുപിടിക്കും. നീ അകത്തേക്ക് പോ. ചെല്ലേ, അച്ഛാ, അകത്തേക്ക് പോ. അച്ഛാ. ചെല്ല്. നിങ്ങൾ എന്നെ കരുതി കുട്ടി ചതിക്കായിരുന്നു അല്ലേ? ഞാൻ നിന്നെ ചതിച്ചെങ്കിലേ അതെന്റെ മിടുക്കും നിന്റെ കഴിവുകേടുവാ. നിന്നെ തോൽപ്പിക്കുന്നതേ എനിക്കെന്നും ഒരു വിനോദവും ലഹരിയാടി. അതിനപ്പുറം ഒരു വലിയ പ്രതികാരവും. ഞാനാ എഗ്രിമെന്റ് എഴുതിച്ചതേ ചൈനീസ് ടെക്നോളജി ഉള്ളൊരു പെന്നുകൊണ്ടാണ്.